Hello മക്കളെ, വെൽക്കം ടു ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷൻ. ഓപ്പറേഷൻസ് ഓൺ സെറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഭാഗം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട്, പഠിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. മക്കളെ, നമ്മൾ ആദ്യത്തെ ഓപ്പറേഷനായിട്ട് കാണുന്നത് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിഷൻ ഉണ്ടല്ലോ, അഡിഷൻ ഓപ്പറേറ്റർ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ രണ്ട് സെറ്റുകൾ എടുക്കുകയാണ്. ഒരു സെറ്റ് എയും മറ്റൊരു സെറ്റ് ബിയുമാണ് നമ്മൾ എടുക്കുന്നത്. ഈ ഫസ്റ്റ് സെറ്റിൽ 1 2 3 എന്ന എലമെൻറ്റും രണ്ടാമത്തെ സെറ്റിൽ 2 3 4 എന്ന എലമെൻറ്റുമാണെങ്കിൽ നമ്മൾ ഈ രണ്ട് സെറ്റിൻ്റെയും യൂണിയനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ എയിലെയും ബിയിലെയും എലമെൻറ്റ്സ് എന്ത് ചെയ്യണം, എഴുതണം. എയിലുള്ളത് 1 2 3 ആണ്, ബിയിലുള്ളത് 2 3 4 ആണ്. നമുക്കറിയാം ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, ഒരു സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ ആവശ്യമില്ല, ഒരു 1 ഉള്ളൂ. ഇത് ഇവിടെ ഒരു 2, ഇവിടെ ഒരു 2, അപ്പം ഒരു 2 എഴുതാം. ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3, അപ്പം എന്ത് ചെയ്താൽ മതി, ഒരു 3 എഴുതിയാൽ മതി. ബാക്കിയുള്ള 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. ഇതാണ് എന്ത്, യൂണിയൻ. അപ്പം യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ ഈ രണ്ട് സെറ്റിനെയും എന്ത് ചെയ്യാം, ഒരുമിച്ച് ആഡ് ചെയ്തുകൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, എഴുതുന്നു. അതാണെന്ത്, യൂണിയൻ എന്ന് പറയുന്നത്. ഈ രണ്ടിൻ്റെയും യൂണിയൻ A 1 2 3യും B 2 3 4 ആണെങ്കിൽ A യൂണിയൻ B എന്ന് പറയുന്നത് 1 2 3 4. മനസ്സിലായോ? ക്ലിയർ, വെരി ഗുഡ്. ഇനി യൂണിയൻ പോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ട എന്താണ്, യൂണിയൻ പോലെ തന്നെ നമുക്ക് ഇൻ്റർസെക്ഷൻ, ഇത് നിങ്ങളുടെ NCERTയിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. NCERTയിലുള്ള ഇൻ്റർസെക്ഷൻ ഓഫ് ടു എലമെൻറ്റ്. യൂണിയനിൽ പറഞ്ഞപ്പം ഞാൻ അതിൻ്റെ ഒരു സിമ്പിൾ കണ്ടു, ഒരു യു എന്നുള്ള സാധനം കണ്ടോ, അതാണെന്ത്, യൂണിയൻ. ഇനിയുള്ളത് ഇൻ്റർസെക്ഷൻ നമ്മൾ എന്ത് പറയും, എൻ പോലെയുള്ള സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർസെക്ഷനിൽ വരുന്നത്. എന്നല്ല, എൻ പോലെ. അതായത് യൂണിയനിൽ യു ആണെങ്കിൽ ഈ യൂണിയനെ തലകിഴ ഇട്ട് കഴിഞ്ഞാൽ എന്താവും, ഇൻ്റർസെക്ഷൻ ഒറ്റ വാക്കിൽ ഈ രണ്ട് സെറ്റ്സിൻ്റെയും കോമൺ ആയിട്ടുള്ളതിനാണ് എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയാം. നോക്കിക്കോളൂ, എ തൊട്ട് മുന്നേയുള്ള സെറ്റ് തന്നെ എടുക്കാം, 1 2 3. ബി തൊട്ട് മുന്നേയുള്ള സെറ്റ് തന്നെ എടുക്കാം, 2 3 4. എ ഇൻ്റർസെക്ഷൻ ബി. എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എയും നോക്കുക ബിയും നോക്കുക. ഈ രണ്ടും നോക്കിയിട്ട് ഇതിൽ കോമൺ ആയിട്ടുള്ളത് എന്താണ്, 1 എയിലുണ്ട് ബിയിലില്ല, 2 എയിലുണ്ട് ബിയിലുമുണ്ട്. അപ്പം ആ 2ന് നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് 3, 2 എയിലുണ്ട് ബിയിലുമുണ്ട്. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് 3 എഴുതാൻ പറ്റും. കാരണം 2ഉം 3യും മാത്രമേ ഇവിടെ കോമൺ ആയിട്ടുള്ളൂ. സോ ദ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 2 and 3. ഇതാണെന്ത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതിനേതാ കണ്ടോ, യു എന്നുള്ളതിനെ തലകിഴ ഇടുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. അപ്പോൾ മക്കൾ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു, എ ഇൻ്റർസെക്ഷൻ, അതുപോലെ തന്നെ യൂണിയൻ ആൻഡ് ഇൻ്റർസെക്ഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചിരിക്കുന്നത്. ഇനി ഈ സാധനം, ഈ ചിത്രം കാണുമ്പോൾ, ഈ പാഠം തുടങ്ങുമ്പോൾ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഒരു ഡയഗ്രാം എന്നുള്ളതിൻ്റെ ഒരു പേര് പറഞ്ഞിരുന്നു. ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? യെസ്, വെൻ ഡയഗ്രാം. എന്താണ് വെൻ ഡയഗ്രാം എന്നുള്ളത് വളരെ ഭംഗിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഇത് ഒരു പിക്ചർ, ഇതൊരു ഓപ്പറേഷൻ്റെ, അതായത് എ യൂണിയൻ ബി എന്നതിൻ്റെ വെൻ ഡയഗ്രാമാണ്. നോക്കിക്കോട്ടോ, ഈ ചിത്രം നേരെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടോട്ടൽ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ, അത് നമ്മുടെ യൂണിയൻ സെറ്റാണ്. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലുള്ള സെറ്റാണ് എന്ത്, ദേ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന സാധനം സെറ്റ് അല്ലേ. നോക്കിയടാ, യൂണിയൻ. ഇതിൽ ഈ ഫസ്റ്റത്തെ ഈ സർക്കിൾ ഉണ്ടല്ലോ, അതെ, ഈ സർക്കിൾ മാത്രം, സർക്കിൾ അല്ല, അതൊരു ഓവൽ. അതെന്താണ്, നമ്മുടെ എ എന്നുള്ള സെറ്റാണ്. അതെ, ഇത് നമ്മുടെ എ എന്ന സെറ്റാണ്. അപ്പോൾ അതെ, ഇത് നമ്മുടെ ബി എന്ന് പറഞ്ഞ ഒരു സെറ്റ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അത് ഈ ഭാഗത്ത് നമ്മളിത് വളരെ ഭംഗിയിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതങ്ങനെ ഇരുന്നോട്ടെ. അപ്പോൾ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, എയും വേണം ബിയും വേണം, എയിലുള്ളതും വേണം ബിയിലുള്ളതും വേണം. 2 തവണ റിപ്പീറ്റ് ചെയ്യണ്ട എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ്, ആ സാധനം ഉണ്ടല്ലോ, അതായത് എയിലുള്ളതും ബിയിലുള്ളതും അവിടെ ഉണ്ടല്ലോ. അപ്പം എന്തായി, ഇതായി. അപ്പോൾ ഈ ടോട്ടലി ഈ ബ്ലൂ കളറിലുള്ള ഈ കളറിങ് കണ്ടില്ലേ, ഈ ബ്ലൂ കളറിലുള്ള കളറിങ് ആണ് എ യൂണിയൻ ബി എന്ന് നമ്മൾ പറയുക. ഇതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് വിളിക്കുക. എന്ത് ഡയഗ്രാം? വെൻ ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഒന്ന് മാത്രമല്ല, രണ്ടാമത് വേറെ സാധനം കൂടി കണ്ടിരുന്നു, ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷന്റെ വെൻ ഡയഗ്രാം ആണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ് അതിൽ എ ഉണ്ട്, അതിൽ ബി ഉണ്ട്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലെയും ബിയിലെയും കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന സാധനം എവിടെ? ഇതിവിടെ. ഇതേ ഈ നടുക്കിലൊരു ബ്ലൂ കളറിൽ ഞാനിപ്പോൾ അതിനെ മാച്ച് ഇങ്ങനെ ആക്കിയിട്ട് യെല്ലോ കളർ ആക്കിയിട്ടുണ്ട്. എയിലും ബിയിലും ഉള്ള സാധനമാണ് എന്ത് പറയുന്നത്? ഇന്റർസെക്ഷൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സാധനവും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ഇനീഷ്യലി പറഞ്ഞത് പ്രോപ്പർട്ടി ഓഫ് യൂണിയൻ ഓഫ് സെറ്റ്. ഈ സെറ്റിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. ഇതെന്ന് എന്താണെന്നറിയോ മെൻഷൻ ചെയ്ത് വെക്കുക. ഇത് ഇതേപോലെ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, നമ്മൾ യൂണിയനാണ്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എയിം കിട്ടും. ഇത് നമുക്കില്ലേ, ആലോചിച്ച് നമുക്ക് പഠിക്കാനുള്ള സാധനം മാത്രമേ ഇതിനകത്തുള്ളൂ. അത് ഏത് സെൻസിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് സെൻസിലാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞാലും സെയിമാ. വേണമെങ്കിൽ നോക്കിക്കോ, ഒരു വിഷയമല്ല. എ എന്നുള്ളത് നമ്മുടെ സെറ്റ് തന്നെ, മാറ്റമില്ല. നമുക്ക് 1 2 3 അതുപോലെ തന്നെ 2 3 4 ബി ആണേ. എ യൂണിയൻ ബി എന്താ? പറയൂ, നിങ്ങൾ തന്നെ പറയൂ. എന്താണ് എ യൂണിയൻ ബി? 2 3 കഴിഞ്ഞു. എന്താണ് ബി യൂണിയൻ എ? യെസ് ഓഫ് കോഴ്സ് 2 and 3. മാറ്റമുണ്ടോ? ഇല്ല. ഈ പ്രോപ്പർട്ടിയെ പറയും, അതായത് തിരിച്ചു മറിച്ചു വിട്ടാൽ ഒരേ സാധനം കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയും? കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് നമ്മൾ പറയാം. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് കമ്മ്യൂട്ടേറ്റിവിറ്റി. A + B = B + A എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ A × B = B × A എന്നൊക്കെ പറയില്ലേ. അതേ സാധനം തന്നെ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബി യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്? സെയിം ആണ്. അപ്പോൾ പിന്നെ എന്തില്ല, അവിടെ ഒരു പ്രശ്നവും നമുക്ക് ഉദിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. ഇനി അടുത്തത് എ യൂണിയൻ ബി യൂണിയൻ സി. മൂന്നാമതൊരു സാധനം കൂടി. എന്ത്? ഇപ്പം ഇത് മാത്രമല്ല, ഒരു സി എന്നുള്ളൊരു സാധനം കൂടി നമുക്ക് വരിക. പുതിയൊരു സെറ്റ് കേട്ടോ. ആ സെറ്റിന് നമുക്ക് 4 5 6 കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എ യൂണിയൻ ബി യൂണിയൻ സി നമുക്ക് ഓൾറെഡി അറിയുന്ന, ഇതൊരു അഡീഷണൽ ലെവൽ ആയതുകൊണ്ട് എ യൂണിയൻ ബി ചെയ്തിട്ട് കിട്ടുന്നത്രയും യൂണിയൻ സി ചെയ്താലും എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് ചെയ്തു കഴിഞ്ഞാലും മക്കളെ സെയിം അല്ലേടാ? സെയിം അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നോക്കി നോക്ക്. എന്താണ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ അല്ല, ഇത് യൂണിയൻ ആണ്. ഇൻ്റർസെക്ഷൻ അല്ല, യൂണിയൻ ആണ്. ഇൻ്റർസെക്ഷൻ യൂണിയനിൽ വരുമ്പോൾ 1 വരും, 2 വരും, 3 വരും, 4 വരും അല്ലേ? ഏത്? എയും ബിയും കൂട്ടുമ്പോൾ ഇത് വരും എ യൂണിയൻ ബി. യൂണിയൻ സി എന്ന് പറഞ്ഞ സെറ്റിൽ എന്തൊക്കെയുള്ളത്? 4 5 6 ഇതെല്ലാം കൊണ്ട് എഴുതിക്കേ. 1 2 3 4 5 6. അതായത് 1 2 3 4 5 6 ഇതായിരിക്കും നമ്മളുടെ എന്ത്? എ യൂണിയൻ ബി യൂണിയൻ സി. ഇങ്ങനെ ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെ എ യൂണിയൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വരിക. ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. പിന്നെ എ യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ തന്നെ കിട്ടും. നമ്മളിപ്പം സാധാരണ എ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയരുത് കേട്ടോ. എ സ്ക്വയർ എന്ന് പറയരുത് കേട്ടോ. കാരണം നമ്മുടെ എ 1 2 3 ആണെങ്കിൽ എ യൂണിയൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 2 3 വരുള്ളൂ. അല്ലാതെ 1 2 3 1 2 3 നമ്മൾ എഴുതാറില്ലല്ലോ. ഇതന്നെ സംഭവം. അപ്പോൾ എ യൂണിയൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആയിരിക്കും. ഇവിടെ ഞാൻ ഇൻറ്റു എന്നല്ല ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ആ യൂണിയൻ എന്നുള്ള സാധനം നിങ്ങൾക്കൊന്ന് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തന്നാൽ ഇതൊക്കെ നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മക്കളെ, കിട്ടുന്നേ ഉള്ളൂ. ഇനി നമ്മളൊരു യൂണിയൻ ചെയ്യുകയാണ്, നമ്മൾ ഒരു സാധനം കൂടി ചെയ്യുക, യൂണിയൻ കൂടി ചെയ്യാം. എ എന്ന സാധനത്തിൻ്റെ കൂടെ എ എന്ന സാധനം അതിൻ്റെ കൂടെ നമ്മൾ നൾ സെറ്റാണ് ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഓൾറെഡി നൾ എന്നുള്ളത് എല്ലാത്തിലും എന്താണ്?
ബിൽട്ടിൻ ആയിരിക്കും, ഒരു മാറ്റമില്ല കേട്ടോ. അപ്പം അതാണെന്ത് അടുത്ത ഒരു ലോ എന്ന് പറയുന്ന സാധനം. അപ്പം ഈ ലോയ്ക്ക് എന്താണെന്ന് അറിയോ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്ത് വെക്കുക. പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, പഠിക്കാൻ വേണം. ഇനി മക്കളെ, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇന്റർസെക്ഷൻ എന്താണെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വെൻ ഡയഗ്രാം എന്താണെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മറുപടി നൽകും, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യും, അതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുൻപിലുള്ള ഒരു ചോദ്യം, നമ്മുടെ ഒരു പ്രശ്നം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ ആൻസർ, നിങ്ങൾ പറയൂ. എ ഉണ്ട്, ബി ഉണ്ട്, ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കൊന്ന് എഴുതി നോക്കാം. എ ബി ഇന്റർസെക്ഷൻ ബി, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളിവിടെ ഉപയോഗിക്കുള്ളൂ. ദാറ്റ് ഈസ് എയിൽ 2 ഉണ്ട്, ബിയിൽ 2 ഇല്ല. എയിൽ 4 ഉണ്ട്, ബിയിൽ 4 ഇല്ല. എയിൽ 6 ഉണ്ട്, ബിയിലും 6 ഉണ്ട്. അപ്പം അവനെ കൊണ്ടുവരിക, അതാണ് ഇന്റർസെക്ഷൻ. എയിൽ 8 ഉണ്ട്, ബിയിൽ 8 ഉണ്ടോ, ഉണ്ട്, ദേ ഇരിപ്പുന്ന് 8 ഉണ്ട്, ദേ ഇവിടെ 8 ഉണ്ട്. അപ്പം 8 അതും എന്ത് ചെയ്യണം, കൊണ്ടുവരാം. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർസെക്ഷൻ. ഇതിനെയാണ് എന്ത് പറയുക, ഇന്റർസെക്ഷൻ. കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്സിനെ മാത്രം എന്ത് ചെയ്യുക, എടുത്തെഴുതുക കേട്ടോ. വേറെ ഒന്നും എന്ത് ചെയ്യണ്ട, നിങ്ങൾ ചെയ്യേണ്ടതില്ല. വേറെ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല. അത് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്നുള്ളതിൻ്റെ പ്രോപ്പർട്ടിയെ കുറിച്ചാണ് നമ്മളിപ്പം പറയാൻ വേണ്ടി പോകുന്നത്. ഇത് തൊട്ട് മുന്നേയുള്ള പോലെ തന്നെ പ്രത്യേകിച്ച് എന്താണെന്നറിയോ, ഈ മാറ്റങ്ങളൊന്നുമില്ല ഇൻ ദ സെൻസ്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാറ്റങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോമൺ എടുക്കല്ലേ. ഞാനുണ്ട് സെറ്റ് എടുത്തു. തൊട്ട് മുന്നേയുള്ള നമ്മുടെ 1 2 3 എടുത്തോളൂ. 1 2 3 എടുത്തോളൂ. ബി എന്നുള്ളതിന് എന്ത് ചെയ്തോളൂ, 2 3 4 എടുത്തോളൂ. യെസ്, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് വരുമെന്ന് നോക്കാം. രണ്ടിലും എന്താ കോമൺ, 2 ഉണ്ട്, 3 ഉണ്ട്. വേറെ എന്തെങ്കിലും കോമൺ ഉണ്ടോ, വേറെ ഒന്നും കോമൺ ഇല്ല. അപ്പം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 3. അപ്പോൾ വാട്ട് ഈസ് ബി ഇന്റർസെക്ഷൻ എ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ ബി ഇന്റർസെക്ഷൻ എ, ബി ഇന്റർസെക്ഷൻ എ എന്ത് വരുന്നു, അതും 2 3 തന്നെ. വല്ല മാറ്റം ഉണ്ടോ, ഒരു മാറ്റവും ഇല്ല. ഇതിനെയാണ് നമ്മൾ തൊട്ട് മുന്നേ നമ്മുടെ യൂണിയനിൽ കണ്ടതുപോലെ ഇന്റർസെക്ഷനിലും ഉള്ളത്. ഇനി അടുത്തത് അസോസിയേറ്റീവ് ലോ ആണ്. അതും എന്താണ്, ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. ഒരു പുതിയൊരു സാധനം ഞാൻ ഇവിടെ എഴുതുക, സി എന്നുള്ളത് 2 3 4 3 4 5. ഇന്റർസെക്ഷൻ എടുക്കുക, എ ഇന്റർസെക്ഷൻ ബി എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, ഓൾറെഡി നമുക്ക് ആൻസർ ഉണ്ട് 2 3. ഇതാണെന്ത്, എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ഏതാണ്, സി ഇപ്പോൾ എഴുതിയിട്ടുണ്ട് 3 4 5. എന്ത് വരും, ഇതും ഇന്റർസെക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആൻസർ വരിക എന്നാ, 2 3 3 4 5. 2 ഇവിടെ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. 3 രണ്ടിലുമുണ്ട്, രണ്ടിലും എന്തുണ്ട്, 3 ഉണ്ട്. ബാക്കി ഏതെങ്കിലും കോമൺ ആയിട്ട് വരുന്നുണ്ടോ, ഇല്ല, കഴിഞ്ഞു. അതാണെന്ത് വരിക. ഇനി നോക്കിക്കോ, ബി ഇന്റർസെക്ഷൻ സി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കാം. നമുക്ക് നോക്കാം. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും. ബി എന്ന് പറഞ്ഞാൽ 2 3 4, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 4 5. സോറി, ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 3 4, സി എന്ന് പറയുന്നത് 3 4 5. മകളെ, ഇതിൻ്റെ ഇന്റർസെക്ഷൻ ഒന്ന് നോക്കിയടാ, ഇത് രണ്ടിനെയും ഇന്റർസെക്ട് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ ആൻസർ എന്ത് കിട്ടും, ടോട്ടൽ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, 3ഉം 4ഉം മാത്രമേ എന്തുള്ളൂ, കോമൺ ഉള്ളൂ. 3 4 വരും. പക്ഷെ കളി കഴിഞ്ഞിട്ടില്ല. എന്തെന്നാൽ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, എ കൂടി, അതായത് ഈ കിട്ടിയിരിക്കുന്ന 3 4 ഉണ്ടല്ലോ, യെസ് 3 4 അതിന് പുറത്ത് എ, അതായത് അവിടെ 1 2 3 കൂടി എന്ത് ചെയ്യണം, ഇന്റർസെക്ട് ചെയ്യണം. ഇനി നേരെ നോക്കൂ 1 2 3 3 4. ഇത് രണ്ടിലും കോമൺ ഏതേ ഉള്ളൂ, 3 മാത്രമേ കോമൺ ഉള്ളൂ അല്ലേ. 1 അപ്പുറത്തുണ്ടോ, 2 അപ്പുറത്തുണ്ടോ, 4 ഇപ്പുറത്തുണ്ടോ, ഇല്ല. അപ്പം നോക്കിയേ, ഇവിടെ 3, ഇവിടെ 3. ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാലും
എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിമാണ്. ഇനി എയും എയും ഇതിലേതാ കോമൺ? എ മാത്രമേ കോമൺ. അതിനാണ് നമ്മൾ പറയുക ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് പറയും. പിന്നെ നൾ സെറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ എ എന്നുള്ളതിൻ്റെ കൂടെ ഈ 1 2 ഉള്ളൊരു സെറ്റിൻ്റെ കൂടെ നൾ സെറ്റാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിലേതാ കോമൺ ഉള്ള മക്കളെ? അതെ, 1 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 2 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. 5 നൾ സെറ്റ് എന്താണ്? എല്ലാത്തിലും ഉണ്ട്. അതുകൊണ്ട് എന്തില്ല? ഒരു കുഴപ്പമില്ല. അപ്പം എ ഇൻ്റർസെക്ഷൻ യൂണിയൻ സെറ്റാണ്. രണ്ടിലും കോമൺ. എയിലും യൂണിയനിലും കോമൺ ആയിട്ടുള്ളത് ചെറുത് എ അല്ലേ? എ തന്നെ എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. ദാറ്റ് ഈസ് ദ ലോ ഓഫ് യൂണിവേഴ്സൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ പഠിക്കുന്നത്. ഇനി അടുത്ത ഡിസ്ജോയിന്റ് സെറ്റ് എന്നുള്ളതാണ്. അപ്പം ഈ ഡിസ്ജോയിന്റ് സെറ്റും ഈ പ്രോപ്പർട്ടിയും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും കേട്ടോ. ഈ ഡിസ്ജോയിന്റും ഇതിന്റെ പ്രോപ്പർട്ടിയും നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഇത്ര നേരം പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് വളരെ ഭംഗി എന്ത് ചെയ്യണം? ഒന്നുകൂടി റീഹൈഡ്രേറ്റ് ചെയ്യണം. അതിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യണം. അതിന്റെ മേലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ.